സുഹൃത്തുക്കളെ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന MGR, കരുണാനിധി, ജയലളിത എന്നിവരുടെ സ്മാരകങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീച്ചായ മെറീന ബീച്ചിൻ്റെ ഓരത്താണ് ഈ മൂന്ന് പേരുടെയും സ്മാരകങ്ങൾ നിലകൊള്ളുന്നത്. 1987 ഡിസംബർ 24 മരണപ്പെട്ട MGRൻ്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് മെറീന ബീച്ചിൽ തന്നെയാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 1990 മെയ് മാസത്തിലാണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന VN ജാനകി രാമചന്ദ്രനാണ്. അതിനുശേഷം 1992 ജയലളിത മുഖ്യമന്ത്രിയായ സമയത്ത് ഈ സ്മാരകത്തിൽ മാർബിളുകൾ പതിക്കുകയും കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2012 വീണ്ടും കമാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുകയും മ്യൂസിയങ്ങൾ പണിയുകയും എല്ലാം ചെയ്ത് ജയലളിത 2012 ഇത് വീണ്ടും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 2016 ഡിസംബർ 5 മരണപ്പെട്ട ജയലളിതയുടെ മൃതദേഹം സംസ്കരിച്ചതും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. 2021 അവരുടെ പേരിൽ ഒരു സ്മാരകം പണിയുകയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി പളനിസ്വാമി അത് ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി. ഇതിൻ്റെ മുൻവശത്ത് തന്നെ അവരുടെ 2 പേരുടെയും പ്രതിമകൾ, വെങ്കല പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് ഗേറ്റിൽ പറക്കുന്ന കുതിരയുടെ ചിത്രവും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായ 2 ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. MGRൻ്റെ സ്മാരകം വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ രൂപത്തിലും ജയലളിതയുടെ സ്മാരകം ഫീനിക്സ് പക്ഷിയുടെ പ്രതീകമായിട്ടുള്ള രൂപത്തിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ബീച്ചിൽ തന്നെ 9 ഏക്കർ സ്ഥലത്താണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. വെള്ള നിറത്തിലാണ് ഇതെല്ലാം കളർ പൂശിയിട്ടുള്ളത്. നല്ല പുൽത്തകടിയോട് കൂടിയുള്ള മൈതാനങ്ങളും ചെടികളും ഗാർഡനിങ്ങും വിശാലമായ നടപ്പാതകളും മാർബിൾ വിരിച്ചിട്ടുള്ള നിലങ്ങളും എല്ലാം ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. ഇങ്ങോട്ടുള്ള പ്രവേശനം സൗജന്യമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാനായി എത്തുന്നത്. DMK സ്ഥാപക നേതാവായിട്ടുള്ള CN അണ്ണാദുരൈയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുകയും 1953 DMK പാർട്ടിയിൽ ചേർന്നിട്ടായിരുന്നു MGRൻ്റെ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങുന്നത്. DMK പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച MGRനെ പിന്നീട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് AIADMK എന്ന പേരിൽ ഇലക്ഷനെ നേരിടുകയും ചെയ്തു. 1977 നടന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിഗംഭീരമായി വിജയിക്കുകയും 1977 ജൂൺ 30 രൂപീകരിച്ച മന്ത്രിസഭയിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏൽക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഒരു ചലച്ചിത്ര താരം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന ആദ്യത്തെ സംഭവമായിരുന്നു അത്. പിന്നീട് തുടർന്ന് 10 വർഷം അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയും 1987 ഡിസംബർ 24 അദ്ദേഹം ഈ നാടിനോട് വിട പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ VN ജാനകി രാമചന്ദ്രൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും എന്നാൽ വെറും 24 ദിവസം മാത്രമാണ് തമിഴ്നാട് അവർക്ക് ഭരിക്കാനായത്. പിന്നീട് നടന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ വാക്കുതങ്ങളും പ്രശ്നങ്ങളും കാരണം കേന്ദ്ര ഗവൺമെൻറ് മന്ത്രിസഭ പിരിച്ചുവിടുകയും 356 വകുപ്പ് ചുമത്തി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ഉണ്ടായി. ഇവിടം സന്ദർശിക്കാനെത്തുന്ന ആർക്കും MGRൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ശ്മശാനവും അതുപോലെ തന്നെ കെടാവിളക്കായി സദാസമയവും കത്തിജ്വലിക്കുന്ന ഒരു വിളക്കും അവിടെ കാണാവുന്നതാണ്. ഗ്യാസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വിളക്ക് അവിടെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ടു പിന്നിലായി ജയലളിതയുടെ ശ്മശാനവും നമുക്ക് കാണാവുന്നതാണ്. ഫിനിക്സ് പക്ഷിയുടെ ഒരു രൂപകൽപ്പനയിലാണ് ഈ ഒരു ശ്മശാനം പണിതിട്ടുള്ളത്. 1982 MGRൻ്റെ ക്ഷണപ്രകാരമായിരുന്നു ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശനം. 1984 രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും 1989 തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1991 ജൂൺ 24 ജയലളിത ആദ്യമായി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 6 തവണകളായി 14 വർഷവും 124 ദിവസവും മുഖ്യമന്ത്രി സ്ഥാനം തമിഴ്നാടിൻ്റെ വഹിക്കുകയുണ്ടായി ജയലളിത. ഏറെ കോലിളക്കം സൃഷ്ടിക്കുകയും ആകാംക്ഷ സൃഷ്ടിക്കുകയും ഒരു സിനിമ രൂപേണ എന്ന പോലെ ഒരുപാട് ട്വിസ്റ്റുകൾക്ക് വിധേയമായ കാലഘട്ടങ്ങളായിരുന്നു അതെല്ലാം. 2016 ഡിസംബർ 5 മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കെ തന്നെ അസുഖബാധിതയാകുകയും ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്യുന്നത്. ഈ സ്മാരകം കാണുന്നതിനും ഒട്ടേറെ ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. ഈ 2 സ്മാരകങ്ങളിലേക്കുമുള്ള എൻട്രി ഒന്ന് തന്നെയാണ്.
വെള്ള നിറത്തിലാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. ഇതിലും കെടാവിളക്കും അതുപോലെ തന്നെ പൂചാർത്തലുകളും എല്ലാം ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ അമ്മ മ്യൂസിയം എന്ന പേരിൽ ഒരു മ്യൂസിയം കൂടി ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. 80 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ നടത്തിപ്പും അതുപോലെ തന്നെ പരിപാലനവും ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യലും ലൈറ്റുകൾ തെളിയിക്കലും എല്ലാം ഉള്ള ഉത്തരവാദിത്തം PWD ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ദിനംപ്രതി അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫിനെയും അതുപോലെ മറ്റ് ക്ലീനിങ് സ്റ്റാഫുകളെയെല്ലാം നിയമിച്ചിട്ടുള്ളത് ഔട്ട്സോഴ്സിങ്ങിലൂടെ പ്രൈവറ്റ് ഏജൻസികളെയാണ്. അതിൻ്റെ നടത്തിപ്പും നടത്തി വരുന്നത് PWD ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ചുരുക്കത്തിൽ ഇത്തരം സ്മാരകങ്ങൾ പണിയുന്നതിനും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും പുതുക്കി പണിയുന്നതിനും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതിനും ക്ലീനിങ്ങും ലൈറ്റുകൾ തെളിയിക്കുന്നതും ഗാർഡനിങ് ചെയ്യുന്നതും അതെല്ലാം നനച്ച് കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകളും എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായി തന്നെ നിലകൊള്ളുന്നു. തമിഴ്നാട്ടിലെ ഭരണത്തിലിരിക്കുന്ന ഓരോ പാർട്ടിക്കാരും അവരുടെ നേതാക്കന്മാരുടെ പേരിൽ ഇത്തരം സ്മാരകങ്ങൾ പണിയുന്ന ഒരു രീതി തന്നെ പിന്തുടരുന്നതായി കാണാം. ആദ്യം MGRൻ്റെ പേരിൽ AIDMK അധികാരത്തിലിരിക്കുമ്പോൾ സ്മാരകം പണിയുകയും പിന്നീട് DMK ഭരണത്തിലിരിക്കുന്ന സമയത്ത് കരുണാനിധിയുടെ പേരിൽ 2024 സ്മാരകം പണിത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുമുണ്ടായി. ചുരുക്കത്തിൽ MGRൻ്റെ പേരിലും ജയലളിതയുടെ പേരിലും കരുണാനിധിയുടെ പേരിലും ഇപ്പോൾ മെറീന ബീച്ചിൽ സ്മാരകമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ സ്മാരകമാണ്. ഈ കാണുന്നതാണ് DMKയുടെ സമുന്നത നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന കരുണാനിധിയുടെ സ്മാരകം നിലകൊള്ളുന്ന സ്ഥലം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ 14-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കരുണാനിധി CN അണ്ണാദുരൈയുടെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും DMK സ്ഥാപക സമയത്ത് തന്നെ DMKയിൽ ചേരുകയും ചെയ്ത നേതാവായിരുന്നു കരുണാനിധി. അണ്ണാദുരൈയുടെ മരണത്തോടനുബന്ധിച്ച് 1969 ഫെബ്രുവരി 10 ആദ്യമായി കരുണാനിധി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. പിന്നീട് 5 തവണ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുകയും 20 വർഷത്തോളം തമിഴ്നാട് ഭരിക്കുകയുമുണ്ടായി. 2013 ഓഗസ്റ്റ് 7 കരുണാനിധി മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്മാരകം 2018 പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും 2024 ഫെബ്രുവരി 26 അദ്ദേഹത്തിൻ്റെ മകനായ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സദാസമയവും കൂളിംഗ് ഗ്ലാസ് അണിഞ്ഞിട്ടുള്ള കരുണാനിധിയെയാണ് ലോകം കണ്ടിട്ടുള്ളത്. ആയതിനാൽ തന്നെ കൂളിംഗ് ഗ്ലാസോട് കൂടിയ ഒരു വെങ്കല പ്രതിമയാണ് ഈ ഒരു സ്മാരകത്തിന് മുന്നിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മറ്റ് 2 സ്മാരകങ്ങളെപ്പോലെ തന്നെ ഇതും സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് 39 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഏകദേശം 3 ഏക്കർ സ്ഥലത്ത് ഈ ഒരു ശ്മശാനം ഒരുക്കിയിട്ടുള്ളത്. MGRൻ്റെയും ജയലളിതയുടെയും സ്മാരകത്തിൽ നിന്ന് വ്യത്യസ്തമായി കരുണാനിധിയുടെ ഫോട്ടോ വളരെ വിചിത്രമായിട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു മാർബിൾ പ്രതലത്തിൽ കുത്തിവെച്ച രൂപത്തിലാണ് ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെളിച്ചമുള്ള സമയത്ത് രാത്രികളിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇരുട്ടിൽ പ്രകാശിച്ചു വരുമ്പോൾ കരുണാനിധിയുടെ ഒരു കണ്ണട വെച്ച രൂപം വളരെ ഭംഗിയായി തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാഴ്ച കാണുന്നതിനും അതിൻ്റെ ഫോട്ടോ പകർത്തുന്നതിനും വീഡിയോ പകർത്തുന്നതിനുമെല്ലാമായി ധാരാളം ആളുകളാണ് രാത്രി സമയം ഇവിടെ സന്ദർശിക്കുന്നത്. ഈ 3 സ്മാരകങ്ങളും രാത്രി വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലെ എന്ന പോലെ തന്നെ വളരെ കൗതുകകരമായ കാഴ്ച തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.